ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, ഇന്നത്തെ സ്പീക്കറുടെ നടപടിയെ നിങ്ങൾ എങ്ങനെയാണ് വിലയിരുത്തുന്നത്? ഇത് ഒരു സ്വാഭാവിക നടപടിക്രമം ആയി മാത്രമാണോ നിങ്ങൾ കരുതുന്നത്, അതോ നിങ്ങളുടെ ചെലവിൽ ഐസക്കിന് ഒരു പ്രഹരം കൂടി നൽകാം എന്ന ആരുടെയെങ്കിലും ഉദ്ദേശം കൂടി ഇതുവഴി നടപ്പായി എന്ന സംശയമുണ്ടോ? ഇതുപോലൊരു സാഹചര്യത്തിൽ ഇന്ന് സ്പീക്കർ എടുത്ത നടപടി അല്ലാതെ മറ്റൊന്നും ചെയ്യാൻ സാധ്യമല്ല. കാരണം പ്രിവിലേജിൻ്റെ ഏറ്റവും വലിയ ബ്രീച്ചാണ് ശ്രീ തോമസ് ഐസക് ചെയ്തിട്ടുള്ളത്. അദ്ദേഹം ചെയ്യേണ്ടിയിരുന്ന കാര്യം എന്താ? പ്രാഥമികമായി പാർലമെൻ്ററി സിസ്റ്റത്തെക്കുറിച്ച് അറിയാവുന്ന മുഴുവൻ ആളുകൾക്കും അറിയാം, CNJGയുടെ റിപ്പോർട്ട് ഗവൺമെൻറ്റിൻ്റെ കയ്യിൽ കിട്ടിയാൽ അത് സീൽഡ് കവറിൽ സ്പീക്കർക്ക് അയച്ച് നിയമസഭയിൽ പ്ലേസ് ചെയ്യുക എന്നുള്ളതാണ് ആവശ്യം. അത് ചെയ്യുന്നതിന് മുമ്പ് അദ്ദേഹം പത്രസമ്മേളനം നടത്തി അതിനകത്തെ വിശദാംശങ്ങളിൽ കുറേ കാര്യങ്ങൾ പുറത്തു പറഞ്ഞ് അദ്ദേഹത്തിന് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ ഒരു രാഷ്ട്രീയ പ്രചരണത്തിന് വേണ്ടി വിനിയോഗിച്ച് CNJGയെ പോലും രാഷ്ട്രീയ ആയുധമാക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമം നടത്തി. അതുകൊണ്ട് ശ്രീ തോമസ് ഐസക്കിന് ഇതുപോലെയല്ലാതെ മറ്റൊരു നടപടിക്കും തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ CNJG മറ്റാരുടെയെങ്കിലും ആയുധമായോ നടപടിയാണ്. CNJG ആയുധമായോ ഇല്ലെന്നുള്ളത് നമുക്ക് ആലോചിക്കേണ്ട കാര്യമില്ലല്ലോ. കാരണം കേരള ചരിത്രത്തിൽ ഇന്നുവേ വരെ നമ്മൾ ആലോചിച്ചുള്ളൂ, ഒരു ഗവൺമെൻറ് അനുകൂലമായും പ്രതികൂലമായും CNJGയുടെ ഒരു പാരഗ്രാഫ് വരും. ആ പാരഗ്രാഫ് വരുന്നെങ്ങനെയാണ്? ഇതിൻ്റെ പ്രിലിമിനറി റിപ്പോർട്ടിനകത്ത് പാരഗ്രാഫ് തിരുത്തണമെങ്കിൽ നമ്മളുടെ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയും മന്ത്രിയുടെയും ഒപ്പീനിയൻ കൂടി കേട്ടതിന് ശേഷം അവരതിൻ്റെ ഫൈനൽ രൂപം ഉണ്ടാക്കുകയാണ്. ആ ഫൈനൽ റിപ്പോർട്ട് പിന്നെ മന്ത്രിക്ക് അത് തുറന്നു കൊടുക്കാൻ നോക്കാൻ അവകാശമില്ല. അത് വെക്കേണ്ടത് നിയമസഭയിലാണ്, സ്പീക്കർ മുഖാന്തരമാണ്. അങ്ങനെ സ്പീക്കർ മുഖാന്തരമായി ചെയ്യേണ്ട ഒരു കാര്യമാണ് നമ്മളുടെ ധനകാര്യ വകുപ്പ് മന്ത്രി എല്ലാ പാർലമെൻ്ററി സിസ്റ്റത്തെയും എല്ലാ നിയമ സംവിധാനങ്ങളെയും തകിടം മറിച്ചുകൊണ്ട് അതിനൊന്നൊരു പുല്ലുവില പോലും കൊടുക്കാതെ അദ്ദേഹം അതെല്ലാം പത്രക്കാർക്ക് കൊടുത്തവൻ. ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, കൂടി ഞാൻ ഓർമ്മിപ്പിക്കാം. ഒരു സെക്കൻഡ് സാർ, ഇന്ന് അങ്ങ് പറഞ്ഞു വന്ന കാര്യം പൂർത്തിയാക്കിക്കൊള്ളതിന് തൊട്ട് മുമ്പ് ഒരു കാര്യം കൂടി. ഇന്നിപ്പോൾ ധനമന്ത്രി പറയുകയുണ്ടായി, അദ്ദേഹം ഇതിനെ സ്വാഗതം ചെയ്യും. നടാടെയാണ് ഒരു മന്ത്രി ഇങ്ങനെ അച്ചടക്ക സമിതിക്ക് മുൻപാകെ എത്തുന്നത്, ഇങ്ങനെ എത്തിക്സ് കമ്മിറ്റിക്ക്, പ്രിവിലേജസ് ആൻഡ് എത്തിക്സ് കമ്മിറ്റിക്ക് മുൻപാകെ എത്തുന്നത്. അതും ഒരു അപൂർവ അവസരമായി എടുക്കുന്നു, കാര്യങ്ങൾ വിശദീകരിക്കാമല്ലോ എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഇതിന്ന് പറയുകയായിരുന്നു, സ്പീക്കറുടെ തീരുമാനം എന്തെന്നറിയാതെ ഇന്ന് പറയുകയായിരുന്നുവെങ്കിൽ മറ്റു വഴികളില്ലാത്ത ഒരാളുടെ ന്യായീകരണം എന്ന് കരുതാമായിരുന്നു. ഇന്നലെ തന്നെ അദ്ദേഹം സ്പീക്കറെ കണ്ട ശേഷം ഈ കാര്യം മാധ്യമങ്ങളോട് പറഞ്ഞു. സ്പീക്കറെയും അക്കാര്യം അദ്ദേഹം അറിയിച്ചിട്ടുണ്ട്, ഞാൻ ആ സമിതിക്ക് മുൻപാകെ ഹാജരാകാൻ തയ്യാറാണ് എന്ന്. തയ്യാറായി ഒരാൾ വരികയാണ് എങ്കിൽ അതെങ്ങനെയാണ് അദ്ദേഹത്തിന് ഗത്യന്തരമില്ലാതെ എത്തേണ്ടി വരുന്നൊരവസ്ഥ എന്ന് വിലയിരുത്താൻ കഴിയുക? വേണു, ഇത് ഹാജരാകുക അല്ലാതെ അദ്ദേഹത്തിന് പിന്നെ ഇത്ത പോംവഴി ഞാൻ ഹാജരാകില്ല എന്ന് പറയാൻ പറ്റുമോ? ഹാജരാകാതിരിക്കാൻ പറ്റുമോ? നിയമസഭാ കമ്മിറ്റിക്ക് സമൻസ് അയക്കാനുള്ള അധികാരമില്ലേ? അവർ സമൻസ് അയച്ച് പിടിച്ചുകൊണ്ട് വരികയല്ലേ? ആ കമ്മിറ്റിയുടെ മുമ്പിൽ മന്ത്രിയെ ഹാജരാക്കേണ്ടത് അധികൃതരുടെ ചുമതലയായി മാറുകയല്ലേ? അപ്പോൾ ആ പയ്യാവേലിക്കകത്തു നിന്ന് രക്ഷപ്പെടാൻ അദ്ദേഹം എന്ത് ചെയ്തു? ഞാൻ ഹാജരായേക്കാം എന്ന് പറഞ്ഞു. ഹാജരാകുക എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ ഒരു വിട്ടുവീഴ്ചയല്ല. ഹാജരാവുക എന്നുള്ളത് ഒരു നിയമത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള തീരുമാനമാണ്. ആ തീരുമാനത്തെ ലംഘിക്കാൻ ഒരു മന്ത്രിക്ക് സാധ്യമല്ല, ഒരു വ്യക്തിക്ക് സാധ്യമല്ല. ഞാൻ നേരത്തെ ഒരു കാര്യം ഓർമ്മിപ്പിക്കാം. ഇതിവിടെ കണ്ണൂരിൽ നിന്നുള്ള ഒരു സായാഹ്ന പത്രത്തിൻ്റെ പത്രാധിപർ, അദ്ദേഹം നിയമസഭാ കമ്മിറ്റിയുടെ മുമ്പിൽ ഹാജരാവില്ല എന്ന് പറഞ്ഞു. ഞാൻ ഈ കമ്മിറ്റിയുടെ മുമ്പിൽ പോകുന്ന പ്രശ്നമേ ഇല്ല എന്ന് പറഞ്ഞു. അവസാനം എന്തായി? അദ്ദേഹത്തെ പോലീസ് പിടിച്ചുകൊണ്ടുവന്നു. നിയമസഭാ ഹാളിനകത്ത് ഒരു കൂടുണ്ടാക്കി. ആ കൂട്ടിനകത്ത് അദ്ദേഹത്തെ നിർത്തി. എന്നിട്ട് ഈ ബ്രീച്ച് ഓഫ് പ്രിവിലേജിൻ്റെ കാര്യത്തിൽ നിയമസഭ ഒരു തീരുമാനമെടുത്തു. ഞാനിത് ആരെങ്കിലും മറന്നുപോയിട്ടുണ്ടെന്ന് വരികിൽ ഓർക്കണ്ട എന്ന് കരുതിയാണ് ഞാൻ ആ സായാഹ്ന ദിനപത്രത്തിൻ്റെ പേര് പറയാത്തത്, അന്ന് വിധിക്ക് വിധേയനായ വ്യക്തിയുടെ പേര് പറയാത്തത്. ശ്രീ തോമസ് ഐസക് ഇതുപോലെ തന്നെ ഹാജരാവില്ല എന്ന് നിർബന്ധം വച്ചാൽ അദ്ദേഹത്തെ കൊണ്ടുവരും. അദ്ദേഹത്തെ നിയമസഭയ്ക്കകത്തൊരു പ്രത്യേക കൂടുണ്ടാക്കി
ആ കൂട്ടിനകത്ത് അദ്ദേഹത്തെ നിർത്തി അദ്ദേഹത്തിനെതിരായിട്ടുള്ള കുറ്റപത്രം ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ സ്പീക്കർ വായിക്കേണ്ടി വരും. അങ്ങനെ അദ്ദേഹത്തെ കുറ്റവിചാരണ ചെയ്യേണ്ടി വരും. ആ കുറ്റവിചാരണ ഒഴിവാക്കുന്നതിന് വേണ്ടി ഏതായാലും അദ്ദേഹത്തിന് ഒരു കാര്യം ഗുണമായി. ഞാൻ ഹാജരാകും എന്ന് പറയുന്നത് ഏതാണ്ട് ഒരു ഔദാര്യത്തിൻ്റെ മട്ടിൽ ഒരു നിയമത്തിന് വിധേയനാകാൻ അദ്ദേഹം തയ്യാറായി മുന്നോട്ട് വന്നതാണ്. ശ്രീ തിരുവഞ്ചൂർ, അങ്ങനെയെങ്കിൽ ഇങ്ങനെയൊരു തീരുമാനം സ്പീക്കർ എടുത്താൽ അദ്ദേഹത്തിന് അത് ലംഘിക്കാൻ കഴിയില്ല എന്നാണ് അങ്ങ് ഇപ്പോൾ നല്ല യുക്തിഭദ്രമായി മുന്നനുഭവങ്ങളൊക്കെ വെച്ചുകൊണ്ടും ചൂണ്ടിക്കാട്ടിക്കൊണ്ടും സ്ഥാപിച്ചത്. സ്പീക്കറിന് ഇത് ഒഴിവാക്കാമല്ലോ. സ്പീക്കർ അത് ചെയ്യാതിരുന്നത് എന്തുകൊണ്ടാകും? സ്പീക്കർ ചെയ്യാതിരുന്ന രണ്ട് കാരണങ്ങൾ കൊണ്ടാകാം എന്നാണ് എൻ്റെ വിശ്വാസം. ഒന്ന്, ഇതിനെക്കുറിച്ച് സീരീസ് ഓഫ് ചർച്ചകൾ വന്നു, മുഖ്യമന്ത്രിയുടെ അഭിപ്രായ പ്രകടനം വന്നു. സാധാരണഗതിയിൽ കേരള സ്പീക്കർ മുഖ്യമന്ത്രിയുടെ അഭിപ്രായത്തിന് അപ്പുറത്തേക്ക് പോകുന്ന പ്രശ്നമേ ഇല്ല എന്നുള്ളത് നിയമസഭാ വേദിയിലും പുറത്തും പല സന്ദർഭങ്ങളിലും ജനങ്ങൾ കണ്ടിട്ടുള്ളതാണ്. നിയമസഭയ്ക്ക് അകത്തിരിക്കുന്ന ഞങ്ങൾക്കും കൃത്യമായിട്ട് അറിയാവുന്നതാണ്. അപ്പോൾ മുഖ്യമന്ത്രിയുടെ ഒരു ഇൻറ്റൻഷൻ ഇതിൻ്റെ പിന്നിലുണ്ട്. മുഖ്യമന്ത്രിയുടെ ഇൻറ്റൻഷൻ എന്താണ്? ഇവിടെ ഐസക്കിനെ തളയ്ക്കുക എന്നുള്ളതാണോ, ഐസക്കിനെ അപമാനിക്കുക എന്നുള്ളതാണോ എന്നുള്ളത് ഇനി ദിവസങ്ങൾ കൊണ്ട് മാത്രമേ പുറത്തു വരൂ. ഏതായാലും സ്പീക്കറുടെ തീരുമാനം സ്പീക്കറിലൂടെ പുറത്തു വന്നു. ആ തീരുമാനത്തിൻ്റെ പിന്നിലുള്ള പ്രേരക ശക്തി മുഖ്യമന്ത്രി തന്നെയാണ് എന്ന് വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. സ്പീക്കറോട് ഇന്നൊരു ചോദ്യമായി ഇത് വന്നു. അപ്പോൾ സ്പീക്കർ പറഞ്ഞത് മുഖ്യമന്ത്രിയോട് സഭാനാഥൻ എന്ന നിലയിൽ ചർച്ച ചെയ്ത് തീരുമാനമെടുക്കേണ്ട കാര്യമില്ല, ഇത് നിയമസഭാ സെക്രട്ടേറിയറ്റിൻ്റെ തീരുമാനമാണ്, അത് സ്വയം ഭരണ അധികാരമുള്ളൊരു സംവിധാനമാണ്, അതിന് മുഖ്യമന്ത്രിയുടെ പിറകെ പോയി അനുമതി തേടേണ്ടതില്ല. അത് വെറുതെ പറ്റിക്കാൻ പറഞ്ഞതായിരിക്കുമോ ശ്രീ തിരുവഞ്ചൂർ? അല്ല, അദ്ദേഹത്തിൻ്റെ ആ നിലപാട് സ്പീക്കർ സ്വന്തം തീരുമാനമെടുത്തു എന്ന് പറയുന്നത് കൊണ്ടുള്ള കോൺസിക്വൻഷ്യലായിട്ടുള്ള ഡെവലപ്മെൻ്റ് ആലോചിച്ചോണം. മുഖ്യമന്ത്രിയെ വിവാദത്തിൽ നിന്ന് മാറ്റിക്കൊടുത്തു, മുഖ്യമന്ത്രി ഈ വിവാദത്തിൽ ഇല്ലാതെ പോയി. സ്പീക്കർ ആഗ്രഹിക്കുന്നതും അതാണ്, മുഖ്യമന്ത്രി ആഗ്രഹിക്കുന്നതും അതാണ്. അച്ഛൻ ഇച്ഛിച്ചതും വൈദ്യം വിധിച്ചതും പാല് തന്നെ. രണ്ടു കൂട്ടർക്കും ഇഷ്ടമുള്ളൊരു തീരുമാനമാണ് സ്പീക്കർ എടുത്തത് എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. ശ്രീ തിരുവഞ്ചൂർ, അങ്ങ് ഇങ്ങനെ സംശയിക്കുന്നതിൻ്റെ കാരണം ഈ KSFE മിന്നൽ പരിശോധന വിവാദം ആണോ? അതിനു മുൻപ് കിഫ്ബി ഈ CAG റിപ്പോർട്ട് ചോർത്തി എന്നതുമായി ബന്ധപ്പെട്ട ഐസക്കിൻ്റെ നിലപാടിനെ പിന്തുണച്ചുകൊണ്ട് മുഖ്യമന്ത്രി വളരെ സുദീർഘമായി സംസാരിക്കുകയുണ്ടായിട്ടുണ്ട്. ആ സാഹചര്യം മാറിയതിൻ്റെ അടിസ്ഥാനത്തിലാണോ ഇപ്പോഴത്തെ ഈ എത്തിക്സ് കമ്മിറ്റിക്ക് മുൻപാകെ ഐസക് ഹാജരാകട്ടെ എന്ന സ്പീക്കറുടെ തീരുമാനവും വരുന്നത്? ഇവിടെ ഡോക്ടർ ഐസക്കിൻ്റെ ഒരു വാക്ക് മാത്രം ശ്രദ്ധിച്ചാൽ മതി. ആരുടെ വട്ടാണ് എന്ന് ഡോക്ടർ ഐസക്ക് ബഹുജനങ്ങളോട് നേരിട്ട് ചോദിച്ചു. പിറ്റേ ദിവസം മുഖ്യമന്ത്രി പറഞ്ഞു ഞാൻ തന്നെയാണ് ഇത് ചെയ്യിക്കുന്നതെന്ന്. അപ്പോൾ ആരുടെ വട്ടാണ് എന്ന് ചോദിച്ചതിൻ്റെ ഉത്തരം ഭംഗ്യം തരണ അവർ രണ്ടു കൂട്ടരും കൂടി പുറത്താക്കി. ഞാൻ എന്നെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ഈ വിജിലൻസിനെതിരെ അധികാരമുണ്ട് എന്നുള്ള അഭിപ്രായക്കാരനാണ്. മുഖ്യമന്ത്രി എടുത്ത ആ കാര്യത്തിലുള്ള തീരുമാനത്തെ ഞാൻ പിന്തുണയ്ക്കുകയും ചെയ്യണം. കാരണം വിജിലൻസിന് ഒരു അന്വേഷണം നടത്താൻ പറ്റില്ല, മന്ത്രിയുടെ കയ്യിൽ നിന്ന് പെർമിഷൻ മേടിച്ചേ പറ്റൂ. ഈ മന്ത്രിക്കെതിരെ വിവാദത്തിന്റെ പശ്ചാത്തലത്തിലാണോ സ്പീക്കർ ഇപ്പോൾ അങ്ങ് പറഞ്ഞതുപോലെ ഒരു നിലപാടെടുത്തിരിക്കുന്നത്? നിശ്ചയമായിട്ടും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന എന്താ, മുഖ്യമന്ത്രിക്ക് ഇഷ്ടപ്പെടാത്ത കാര്യമാണ് ഇവിടെ ഐസക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഐസക്ക് ഒരു വെട്ടിൽ വന്ന് വീണപ്പോൾ അതിൻ്റെ മേളിൽ ഒരു കൊട്ട മണ്ണും കൂടി ഇട്ട് കൊടുത്തതാണ്. അതാണ് ഉണ്ടായത്. ആ തീരുമാനത്തിൻ്റെ പിന്നിലുള്ള പ്രേരക ശക്തി മുഖ്യമന്ത്രി തന്നെ ആയിരിക്കാം എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. മാത്രമല്ല സ്പീക്കർക്ക് അത്രയും കൂടുതൽ ഒരു ആത്മധൈര്യം ഉണ്ടാകാനുള്ള കാരണവും മുഖ്യമന്ത്രിയുടെ ഒരു ഇൻറ്റൻഷൻ കൂടി മനസ്സിലാക്കിയാണ് എന്ന് ഞാൻ കണക്കാക്കുകയാണ്. ശരി.